എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തെ പവിത്രമാക്കിയ പുണ്യാത്മാക്കളെക്കുറിച്ചുള്ള ഒരു ജീവചരിത്ര പരമ്പരയാണ് ഇത്. പൊതുവെ കൃതയുഗത്തിലും ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലുമൊക്കെ പ്രധാനപ്പെട്ട ഏതെങ്കിലും അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ഒരവതാരം ഒക്കെയാണ് എടുക്കുന്നത്. എന്നാൽ ഈ കലിയുഗത്തിൽ ഒരുപാട് അവതാരങ്ങളാണ് ഭഗവാൻ എടുത്തിട്ടുള്ളത്. ഓരോ തരത്തിലാണ് ധർമ്മച്യുതി സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ ധർമ്മച്യുതി സംഭവിച്ചപ്പോഴൊക്കെ തന്നെ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ, അധർമ്മം ഉത്ഥാനം ചെയ്യുന്നുവോ, അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നതാണ് എന്ന ഭഗവാന്റെ ആ വാക്ക് സത്യമാക്കിക്കൊണ്ട് ഒരുപാട് മഹാത്മാക്കൾ ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവചരിത്രം കേൾക്കുന്നത് തന്നെ പുണ്യമാണ്. അവരുടെ ജീവചരിത്രത്തിൽ നിന്ന് നമുക്കൊരുപാട് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ജീവചരിത്രത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ തരാനായിട്ട് ഒരു പരമ്പര തുടങ്ങാം എന്ന് വിചാരിച്ചത്. ഇന്ന് ആദ്യം ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരെ കുറിച്ചാണ്. അദ്ദേഹം ജനിച്ച പശ്ചാത്തലം, അതായത് എന്ത് തരത്തിലുള്ള ധർമ്മച്യുതിയാണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു ആമുഖമായിട്ട് പറഞ്ഞാൽ, ബുദ്ധമതം വളരെയധികം ശക്തി പ്രാപിച്ച സമയമായിരുന്നു അത്. ശ്രീബുദ്ധൻ്റെ ആ കാലഘട്ടത്തിൽ ബുദ്ധമതം അതിൻ്റെ എല്ലാ ശ്രേഷ്ഠതയോടും കൂടെ നിലനിന്നിരുന്നു. എന്നാൽ പിന്നീട് ബുദ്ധൻ ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ ആ ബുദ്ധമതത്തിൻ്റെ ശ്രേഷ്ഠതയൊക്കെ ഇല്ലാതാവുകയും, എന്നാൽ ബുദ്ധമതത്തിൻ്റെ അനുയായികൾ അദ്ദേഹം പറഞ്ഞ എല്ലാ നിഷ്ഠകളിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്തു. സത്യം, അഹിംസ, ധർമ്മം ഇതൊന്നുമില്ലാതെ നരബലി തുടങ്ങിയ അനാചാരങ്ങൾ പോലും കൊടികുത്തി വാണു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വൈദിക ധർമ്മങ്ങളെ മുഴുവനായും നിരാകരിച്ചുകൊണ്ടായിരുന്നു ബുദ്ധമത അനുയായികൾ ഇവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വൈദിക ധർമ്മം പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസ്ഥ വന്നു. അതായത് സനാതനധർമ്മം, നമ്മൾ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ ഹിന്ദുധർമ്മം, അത് ഏതാണ്ട് നശിക്കും എന്ന അവസ്ഥയിലായപ്പോഴാണ്, അങ്ങനെ ഒരു ധർമ്മച്യുതി സംഭവിക്കും എന്നായപ്പോഴാണ് ഭഗവാൻ പ്രതിജ്ഞ ചെയ്തതുപോലെ ശങ്കരാചാര്യർ അവതരിച്ചത്. ശങ്കരാചാര്യരുടെ അവതാര കഥയെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ മനോഹരമായ കേരള ഭൂമിയാണ് ശങ്കരാചാര്യരുടെ ജനനത്തിനായി ആ പരമാത്മാവ് തീരുമാനിച്ചത്. ആലവായിൽ, അതായത് വിഷം ഭക്ഷിച്ചവൻ സാക്ഷാൽ പരമശിവൻ എന്ന അർത്ഥത്തിൽ ആലുവ എന്ന പേര്, ആ ആലുവയിലെ ഭഗവാന്റെ കാലടി പതിഞ്ഞ സ്ഥലം, അതാണ് കാലടി. അത്രയും പവിത്രമായ പരമേശ്വര സാന്നിധ്യം പൂർണ്ണമായിട്ടുള്ള, അതുകൊണ്ട് തന്നെ അവിടെ ഒഴുകുന്ന പെരിയാർ നദിക്ക് പൂർണ്ണ എന്ന് മറ്റൊരു പേര്. ഇങ്ങനെ പരിശുദ്ധമായ ആ സ്ഥലത്താണ് ശങ്കരാചാര്യർ ജനിക്കുന്നത്. ശങ്കരാചാര്യരുടെ അച്ഛനായ ശിവഗുരു ചെറുപ്പത്തിൽ തന്നെ വിരക്തി വന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഗുരുകുല വിദ്യാഭ്യാസത്തിന് ശേഷവും തിരിച്ച് വീട്ടിൽ പോകാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ അദ്ദേഹം കുറേ നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ വരുമെന്നറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നാടുവിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നാടുവിട്ടിട്ട് ഒരുപാട് നടന്ന് ക്ഷീണം തോന്നി കിടന്നുറങ്ങിയപ്പോൾ, ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയപ്പോൾ ആ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. അഗസ്ത്യ മഹർഷിയെയാണ് സ്വപ്നം കണ്ടത്.
മഹർഷി ശിവഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു, ശിവ, നീ തിരിച്ചു പോകണം. നിന്നിലൂടെ ഒരു സന്തതി ഈ ലോകത്ത് ജനിക്കാനുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചുപോയി എല്ലാ സംസ്കാരാദി കർമ്മങ്ങളും ചെയ്ത് ഗാർഹസ്ഥ്യം സ്വീകരിക്കണം. ഇത് ശിരസാ വഹിച്ചുകൊണ്ടാണ് ശിവഗുരു തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആര്യാദേവി എന്ന സാധ്വിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. എന്നാൽ കുറേ കാലം അവർക്ക് കുട്ടികളില്ലായിരുന്നു. എങ്കിലും അതിലൊന്നും ദുഃഖിക്കാതെ സ്വാധ്യായവും എല്ലാ നിഷ്ഠകളോടും കൂടെ അവർ രണ്ടുപേരും ജീവിച്ചു പോന്നു. അങ്ങനെ ഇരിക്കെ ആ പെരിയാറിൻ്റെ നദീതീരത്ത് വെച്ച് ഒരു വൃദ്ധ താപസൻ അദ്ദേഹത്തെ കാണുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെ പോകുന്നു ജീവിതം എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ആ വൃദ്ധ താപസൻ ശിവഗുരുവിനോട് പറഞ്ഞു, ഒരുപാട് പ്രായമായി, ഇനിയെങ്കിലും ഒരു കുഞ്ഞ് വേണം. അങ്ങനെ ഒരു കുഞ്ഞ് അങ്ങയിലൂടെ വരണമെന്ന് ഞങ്ങൾ ഋഷിമാരും എല്ലാ ഋഷിമാരും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇതും പറഞ്ഞ് ആ വൃദ്ധ താപസൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ ശിവഗുരുവിന് മനസ്സിലായി, ഇത് ഏതോ ഒരു ദിവ്യനാണ്, ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ, വേദസംരക്ഷണത്തിൽ തൽപരനായ ഒരു ബ്രാഹ്മണൻ ആണ് ഞാൻ, ഇങ്ങനെ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞ് ആ താപസൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശിവഗുരുവിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ആകൃതി കൊണ്ടും ഒക്കെ അത് വന്നത് സാക്ഷാൽ വ്യാസഭഗവാനാണെന്ന് മനസ്സിലായി. അന്ന് രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശിവഗുരുവിൻ്റെ മനസ്സിൽ ശ്രീരുദ്രത്തിലെ 2 മന്ത്രങ്ങളിങ്ങനെ ധ്വനിച്ചുകൊണ്ടേയിരുന്നു. നമ കപർദിനേച്ച വ്യുപ്തകേശായ ച. കപർദിനി എന്നാൽ ജടാധാരിയായ ശിവൻ, വ്യുപ്തകേശൻ എന്നാൽ കേശം വ്യുപ്തമാവുക, ഇല്ലാതാവുക, അപ്പോൾ തല മുണ്ടനം ചെയ്തവൻ എന്നർത്ഥം. ആ മന്ത്രധ്വനിയുടെ തരംഗങ്ങളിൽ ലയിച്ച് ശിവഗുരു ഉറങ്ങി. ആ സ്വപ്നത്തിൽ ധവളിമയാർന്ന കൈലാസം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ കൈലാസത്തിൽ ഇരിക്കുന്ന സാക്ഷാൽ പരമേശ്വരനെയും ശിവഗുരു ദർശിച്ചു. മാത്രമല്ല, ആ ദിവ്യ തേജസ്സിൽ നിന്ന് ഒരു തേജോപുഞ്ചം, അതായത് തേജസ്സിൻ്റെ ഒരു കൂട്ടം പുറത്തേക്ക് വരുന്നതും ശിവഗുരു കണ്ടു. അങ്ങനെ ജടാധാരിയായ ശിവനും യതിരൂപധാരിയായ സന്യാസിവര്യനായിട്ടുള്ള ആ രൂപവും ഒരുമിച്ച് ഒരു ശിവലിംഗത്തിലേക്ക് ലയിക്കുന്നതായിട്ട് ശിവഗുരു സ്വപ്നം കണ്ടു. ഈ 2 രൂപങ്ങളും തേജോമയമായ ഒരു ശിവലിംഗത്തിൽ ലയിക്കുന്നതായും ആ ലിംഗം ഒരു കുന്നിൻ മുകളിൽ പ്രകാശിക്കുന്നതായും ശിവഗുരു കണ്ടു. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി, ഇതാണ് ഋഷഭാചലം, ഇവിടെയുള്ള ഈ ശിവലിംഗത്തെ വന്ന് ആ ശിവലിംഗത്തെ അങ്ങ് ഭജിക്കണം എന്നൊരു സ്വപ്നദർശനം ശിവഗുരുവിന് ലഭിച്ചു. അതിനുശേഷം അദ്ദേഹം അന്വേഷിച്ചു, എവിടെയാണ് ഈ ഋഷഭാചലം. അത് വേറെ എവിടെയും ആയിരുന്നില്ല, തൃശ്ശൂർ ജില്ലയിലാണ്. ഈ ശിവലിംഗം സാക്ഷാൽ വടക്കുംനാഥനായിരുന്നു. അങ്ങനെ വടക്കുംനാഥനെ ഭജന ചെയ്യാൻ വേണ്ടി ശിവഗുരുവും ഭാര്യ ആര്യാദേവിയും പുറപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് കാലം ആ ശിവക്ഷേത്രത്തിൽ ഭജന ചെയ്തു. ഒരു രാത്രി ശിവൻ തന്നെ ബ്രാഹ്മണ രൂപത്തിൽ വന്ന് ശിവഗുരുവിനോട് ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ ശിവഗുരു പറഞ്ഞു, എനിക്കൊരു കുഞ്ഞിനെ വേണം. ബ്രാഹ്മണ രൂപത്തിലിരിക്കുന്ന ശിവൻ ചോദിച്ചു, അങ്ങേക്ക് അല്പായുസ്സായ എന്നാൽ സർവജ്ഞനായ ഒരു മകൻ വേണമോ, അതോ ദീർഘായുസ്സുള്ള മന്ദബുദ്ധികളായിട്ടുള്ള ഒരുപാട് സന്തതികളെ വേണമോ? തീർച്ചയായും ശിവഗുരു പറഞ്ഞു, അല്പായുസ്സാണെങ്കിലും സർവജ്ഞനായ ഒരു മകനെ മതി. ഈ ഒരു സ്വപ്നദർശനത്തോടെ ശിവഗുരു ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു.
പിന്നീട് ശിവധ്യാനത്തിൽ ആ രാത്രി കഴിച്ചുകൂട്ടി. അതേസമയം തന്നെ ആര്യാദേവിക്ക് തൻ്റെ ഗർഭത്തിലേക്ക് ഒരു ദിവ്യ തേജസ് കടന്നു വരുന്നതായിട്ട്, പ്രവേശിക്കുന്നതായിട്ട് അനുഭവിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആര്യാദേവി ഗർഭിണിയാണെന്ന ആ സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞു. അങ്ങനെ 10-ാം മാസം വൈശാഖ മാസത്തിലെ ഒരു പുണ്യനാളിൽ ആ കുഞ്ഞ് ജനിച്ചു. കുഞ്ഞ് ജനിച്ച വർത്തമാനം ശിവഗുരുവിനെ അറിയിക്കുന്ന സമയത്ത് നമഃശങ്കരായ ച എന്ന മന്ത്രം ഉരുവിടുകയായിരുന്നു ശിവഗുരു. അതുതന്നെ തൻ്റെ കുഞ്ഞിന് പേരിടാം എന്ന് അദ്ദേഹം നിശ്ചയിച്ചു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തീർത്തു. അതിനുശേഷം ശിവഗുരു എന്ത് കാര്യം സംസാരിക്കുമ്പോഴും ആധികാരികമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് 5 വയസ്സ് പോലും ഇല്ലാത്ത ആ ബാലൻ ശിവഗുരുവിനോട് തിരിച്ചിങ്ങോട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടെ ശിവഗുരു ചോദിക്കും, കുഞ്ഞെ നീ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചത്? അപ്പോൾ ശങ്കരൻ പറയും, അങ്ങയിൽ നിന്ന് തന്നെയാണ് ഞാനിത് കേട്ട് പഠിച്ചത്. അപ്പോൾ ശിവഗുരു അത്ഭുതപ്പെടും, കാരണം ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. അന്നേരം കുഞ്ഞു ശങ്കരൻ പറയും, എൻ്റെ ഗർഭസ്ഥ അവസ്ഥയിൽ വെച്ച് അങ്ങ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ഞാൻ പഠിച്ചതാണ്. അത്രയും മേധാശക്തിയുള്ള തൻ്റെ മകനെ ഒരു ഗുരുവായി കണ്ട് ശിവഗുരു ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ കുഞ്ഞിൻ്റെ ഉപനയനാദി സംസ്കാരങ്ങളൊന്നും ചെയ്യാൻ ശിവഗുരുവിന് സാധിച്ചില്ല. അതിനു മുൻപേ തന്നെ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. പിന്നീട് ബന്ധുക്കളാണ് ശങ്കരനെ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി അയക്കുന്നത്. ആ ഗുരുകുല വിദ്യാഭ്യാസത്തിനിടയിലാണ് കനകധാരാ സ്തോത്രം രചിച്ച ആ സന്ദർഭമൊക്കെ വരുന്നത്. അതിനെക്കുറിച്ച് കനകധാരാ സ്തോത്രം വ്യാഖ്യാനം ചെയ്ത് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് ആ ഭാഗം ഇവിടെ വിടുകയാണ്. എങ്കിലും ഈ ഒരു സംഭവം, കനകധാരാ സ്തോത്രം രചിച്ചതും ആ ഇല്ലത്ത് പട്ടിണി മാറിയതും ഒക്കെ ആ നാട്ടിൽ വളരെ പ്രസിദ്ധിയാർജിച്ചു. അങ്ങനെ ശങ്കരനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞു തുടങ്ങി. വളരെ പ്രായം ചെന്ന സമയത്താണ് ആര്യാദേവിക്ക് മകൻ ഉണ്ടായത് എന്ന് പറഞ്ഞു. എങ്കിലും വ്രതനിഷ്ഠയിൽ കാലം കഴിച്ചുകൊണ്ടിരുന്ന ആര്യാദേവി എല്ലാ ദിവസവും രാവിലെ സ്നാനത്തിനായിട്ട് കുറച്ചധികം ദൂരമുള്ള പൂർണാനദിയിൽ പോവുകയും തിരിച്ചു വരുന്ന വഴി വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തി വരികയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ ഏകാദശി നോറ്റിട്ട് 12 ദിവസം ഇതുപോലെ പൂർണാനദിയിൽ സ്നാനത്തിന് പോയി തിരിച്ചു വരുന്ന വഴി തീരെ ക്ഷീണിതയായിട്ട് വഴിവക്കിൽ മോഹാലസ്യപ്പെട്ടു വീണു. അമ്മയെ കാണാതെ ശങ്കരൻ അന്വേഷിച്ചു ചെന്നപ്പോൾ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന അമ്മയെയാണ് കണ്ടത്. അങ്ങനെ ശങ്കരൻ പറഞ്ഞു, അമ്മ എന്തിനാണ് ഇത്രയും ദൂരം ഇങ്ങനെ കുളിക്കാനായിട്ട് വരുന്നത്? ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. പൂർണാനദി നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്നതാണ്. ഇത് കേട്ട് ആര്യാമ്പാദേവി ചിരിച്ചു. കാരണം തൻ്റെ മകൻ്റെ ഒരു നേരം പോക്ക് അല്ലെങ്കിൽ അമ്മയോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഏതൊരു മകനും പറയുന്ന ഒരു വാക്ക് അങ്ങനെയേ അമ്മ ധരിച്ചുള്ളൂ. പക്ഷേ അന്ന് രാത്രി തുലാവർഷം, ഇടിവെട്ടി മഴ പെയ്യുന്നു. എവിടെ നിന്നോ ഉരുൾപൊട്ടി ഒരു വലിയൊരു ശിലാഖണ്ഡം, ഒരു പർവ്വത കഷണം വന്ന് താഴെ വീണിട്ട് ഈ പൂർണാനദി സാധാരണ ഒഴുകുന്ന അവിടെ വന്ന് അതിൻ്റെ ആ വഴി മുടക്കി. അങ്ങനെ പൂർണാനദിക്ക് ഒഴുകാൻ വേറെ വഴിയില്ലാതായപ്പോൾ നേരെ ശങ്കരൻ്റെ ഇല്ലത്തിനടുത്തുകൂടെ നദി ഒഴുകാൻ തുടങ്ങി. രാത്രിയിൽ ആളുകൾ പേടിച്ചു വിറച്ചു. എല്ലാവരും എഴുന്നേറ്റ് നിലവിളിച്ചു, അയ്യോ, നദി ഇതാ വഴിമാറി ഒഴുകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആര്യാമ്പാദേവിക്ക് തൻ്റെ മകൻ്റെ മഹത്വം മനസ്സിലായത്. എന്നാൽ ശങ്കരനാകട്ടെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞ മട്ടില്ലാതെ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. ഇങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞ സമയത്ത്
ഒരു ദിവ്യ തപോധനൻ തൻ്റെ യതി സംഘത്തോടൊപ്പം, അതായത് സന്യാസി സംഘത്തോടൊപ്പം പേരുകേട്ട ഇല്ലമായിരുന്ന ശിവഗുരുവിൻ്റെ ഇല്ലത്തെത്തി. അങ്ങനെ അവർ ആ ഒരു രാത്രി അവിടെ താമസിക്കാനാണ് ചോദിച്ചത്. അവർ ആ മുറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ശങ്കരൻ അവിടേക്ക് വന്നത്. ഇവരുടെ ഈ മുനിമാരുടെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ നേതൃസ്ഥാനത്തുള്ള താപസൻ സാക്ഷാൽ അഗസ്ത്യ മഹർഷിയായിരുന്നു. ആ അഗസ്ത്യ മഹർഷി ശങ്കരൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ആ ദിവ്യ തേജസ് കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ കുഞ്ഞിനോട് ഏകാന്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നെ കാത്ത് നിന്റെ ഗുരു അങ്ങ് ഓങ്കാരേശ്വരത്ത് ഒരു ഗുഹയിൽ കാത്തിരിപ്പുണ്ട്. ഗോവിന്ദ ഭഗവത് പാദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നീ അധികം വൈകാതെ അദ്ദേഹത്തെ ചെല്ലേണ്ടതാണ്. എന്നാൽ അമ്മയെ തനിച്ചാക്കി പോവുക എന്നത് തീർച്ചയായും ദുഷ്കരമായ ഒരു കാര്യമാണ്, അതറിയാം. പക്ഷേ നിന്റെ നിയോഗം ഈ നാട്ടിൽ ജീവിക്കുക എന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓങ്കാരേശ്വരം എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ്. മാത്രമല്ല, അഗസ്ത്യ മഹർഷി ഗോവിന്ദ ഭഗവത് പാദരെ ദർശിച്ച സമയത്ത് അദ്ദേഹം ഗോവിന്ദ ഭഗവത് പാദർ തനിക്ക് ലഭിച്ച ഒരു ശിവദർശനത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് പരമശിവൻ തന്നെ ഒരു കുഞ്ഞിനെ കാണിച്ചിട്ട്, ഈ കുഞ്ഞ് നിന്റെ അടുത്തേക്ക് വരും, ഈ ബാലൻ നിന്നെ തേടി വരും, നിന്റെ അടുത്ത് നിന്ന് ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും അഗസ്ത്യ മഹർഷിക്ക് തോന്നി, ഇതാണ് ആ ബാലൻ. ഇങ്ങനെ ആ ദിവ്യ തപോധനനും കൂട്ടരും ഇല്ലത്തിൽ നിന്ന് പോയെങ്കിലും അതിനുശേഷം എപ്പോഴും ധ്യാനനിഷ്ഠനായി ശങ്കരൻ ജീവിതം കഴിച്ചു പോന്നു. എങ്ങനെയെങ്കിലും തനിക്ക് സന്യസിക്കാനുള്ള ഒരു അനുവാദം അമ്മയിൽ നിന്ന് നേടിയെടുക്കണം എന്ന് ശങ്കരൻ നിശ്ചയിച്ചു. എന്നാൽ തീർച്ചയായും തന്നെ അത്രയധികം സ്നേഹിക്കുന്ന അമ്മ ഇത് അത്ര പെട്ടെന്നൊന്നും അനുവദിച്ച് തരില്ല എന്ന് ശങ്കരന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ഒരു അവസരം വരുന്നതും കാത്ത് ശങ്കരൻ ഇരുന്നു. ഒരു ദിവസം വളരെ സൗമ്യമായിട്ട് ശങ്കരൻ കാര്യം അവതരിപ്പിച്ചു. എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സന്യസിക്കാൻ പോകണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ അമ്മ ഇടിവെട്ടേറ്റതുപോലെ ആയിപ്പോയി. ഒരുപാട് കരഞ്ഞു, മകനെ ശകാരിച്ചു. അപ്പോൾ ശങ്കരൻ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഞാൻ ഒരിക്കലും അമ്മയുടെ അനുവാദമില്ലാതെ പോവുകയില്ല, ഇത് എൻ്റെ വാക്കാണ് എന്ന് ശങ്കരൻ പറഞ്ഞു. എങ്കിലും ആ അമ്മയ്ക്ക് മനസ്സിനൊരു സമാധാനവും ഉണ്ടായില്ല. കാരണം അമ്മയ്ക്ക് അപ്പോഴേക്കും മനസ്സിലായിരുന്നു തൻ്റെ മകൻ്റെ ആ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഒക്കെ. കാരണം പൂർണ്ണാ നദിയെ തൻ്റെ ഇല്ലത്തിൻ്റെ മുന്നിൽ കൂടെ ഒഴുക്കിവിടാൻ മാത്രം കെൽപ്പുള്ള തൻ്റെ മകന് എന്തും സാധിക്കുമെന്ന് അമ്മക്കറിയാമായിരുന്നു. തൻ്റെ മനസ്സ് പോലും തൻ്റെ മകൻ മാറ്റിയെടുക്കുമെന്ന് അമ്മ പേടിച്ചു. അങ്ങനെ ഇരിക്കെ ഈ പൂർണ്ണാ നദി വഴിമാറി ഒഴുകിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഷ്ണു ക്ഷേത്രം കുറേയൊക്കെ ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അങ്ങനെ ഒരുപാട് ഇഴജന്തുക്കളും ചീങ്കണ്ണികളുമൊക്കെ ഈ വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ട്. പിന്നീട് ഈ വിഷ്ണു ക്ഷേത്രം കുറച്ച് മാറി പ്രതിഷ്ഠിച്ചു. അങ്ങനെ അവിടെ പുനഃപ്രതിഷ്ഠയൊക്കെ നടന്നിരുന്നു. അന്നാണ് വിഷ്ണു ഭുജംഗ പ്രയാതം എന്ന സ്തോത്രം ശങ്കരാചാര്യർ രചിക്കുന്നത്. ഈ ഒരു പ്രതിഷ്ഠ കഴിഞ്ഞ് മംഗളസ്നാനവേളയിൽ കഴുത്തോളം വെള്ളത്തിൽ കിടന്ന് ശങ്കരൻ ധ്യാനനിഷ്ഠനായിട്ട് ഇരുന്നു. അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മകൻ എന്താണ് ചെയ്യുന്നത് എന്ന്. എന്നാൽ പെട്ടെന്ന് ആളുകൾ ഒരു അനക്കം കണ്ടു. എല്ലാവരും നിലവിളിച്ചു, അയ്യോ മുതല എന്ന് പറഞ്ഞ് നിലവിളിച്ചു. അപ്പോൾ എല്ലാവരും ഇത്രയും നിലവിളിച്ചിട്ടും ധ്യാനനിഷ്ഠനായ ശങ്കരൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ പരിഭ്രാന്തനായ സുഹൃത്ത് വിഷ്ണു ശങ്കരനെ പിടിച്ച് കരയിലേക്ക് വലിച്ചിടാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും മുതല പിടിച്ചിരുന്നു.
എല്ലാവരും നിലവിളിയായി. അപ്പോൾ ശങ്കരൻ പറഞ്ഞു, അമ്മേ, എന്നെ ഇതാ മുതല കൊണ്ടുപോകുന്നു, ഇനിയെങ്കിലും അമ്മ സമ്മതിക്കൂ, എന്നെ സന്യസിക്കാൻ വിടുമെന്ന്. അപ്പോൾ ആപത് സന്യാസമെങ്കിലും ഞാൻ സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ആപത് സന്യാസം എന്നാൽ ഇത്തരത്തിലുള്ള ആപത് ഘട്ടത്തിൽ പെടുമ്പോൾ ഒരു നേർച്ച പോലെ നമ്മൾ സമർപ്പിക്കുക, അതാണ് ആപത് സന്യാസം. അങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ, എങ്കിൽ മാത്രമേ ഈ മുതല എന്നെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. അമ്മ പറഞ്ഞു, ശരി, സന്യസിക്കാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ പോലും അമ്മയിൽ നിന്ന് അനുവാദം ലഭിച്ച ശങ്കരൻ, വെറും 9 വയസ്സ് പ്രായമുള്ള ആ ബാലൻ ഇങ്ങ് കേരളത്തിൽ നിന്ന് മധ്യപ്രദേശിലുള്ള ഓങ്കാരേശ്വരത്തിലേക്ക് തൻ്റെ ഗുരുനാഥനെ തേടി യാത്രയായി. അങ്ങനെ കാലടിയിൽ നിന്ന് യാത്ര തിരിച്ച ബാലൻ ശങ്കരൻ വഴിയിൽ ഒരുപാട് യാത്രക്കാരെ കണ്ടു. അതിൽ വാണിജ്യത്തിനായി പോകുന്നവരുണ്ടായിരുന്നു, യതിസംഘങ്ങൾ ഉണ്ടായിരുന്നു, ശാസ്ത്ര പഠനത്തിനായി പോകുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ ഇടക്ക് ഒറ്റയ്ക്കും ഇടക്ക് ഇതുപോലുള്ള യാത്രാസംഘങ്ങളോടൊപ്പം ഏകദേശം 1 മാസത്തിന് ശേഷം ഓങ്കാരേശ്വര ക്ഷേത്രത്തിൽ എത്തി. അവിടെ ഗോവിന്ദ ഭഗവത് പാദർ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ആ ഗ്രാമീണവാസികൾ അദ്ദേഹം താമസിക്കുന്ന ആ ഗുഹ കാണിച്ചു കൊടുത്തു. ആ ഗുഹയ്ക്കുള്ളിൽ എത്തിയ ശങ്കരൻ തൻ്റെ ഗുരുവിനെ വണങ്ങി. രണ്ടുപേരും പരസ്പരം ഒന്നും പറഞ്ഞില്ല. ശങ്കരൻ ഗുരുവിനെ ഒരു സ്തുതി കൊണ്ട് വണങ്ങുക മാത്രം ചെയ്തു. അന്നങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഗോവിന്ദ ഭഗവത് പാദർ ശങ്കരനെ ആ നർമ്മദാ തീരത്തിൽ കൊണ്ടുപോയി സന്യാസ ദീക്ഷ കൊടുത്തു. ശങ്കര ഭഗവത് പാദർ എന്ന സന്യാസനാമം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുസന്നിധിയിൽ സാധന ചെയ്തും പാഠം ചെയ്തും കുറച്ചു കാലം കടന്നുപോയി. ഒരിക്കൽ ഗുരു മനോന്മനി എന്ന യോഗവിദ്യയിൽ സമാധിസ്ഥനായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ നർമ്മദയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി, വെള്ളപ്പൊക്കമായി. ആ ഗ്രാമവാസികൾ ഒന്നടങ്കം ഗുരുവിൻ്റെ അടുത്ത് വന്ന് സഹായം അഭ്യർത്ഥിച്ചു. എന്നാൽ സമാധിസ്ഥിതനായിരുന്ന ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ശങ്കരാചാര്യർ അവരുടെ കൂടെ ആ നർമ്മദാ നദീ തീരത്തേക്ക് വന്നിട്ട് തൻ്റെ കമണ്ഡലു അവിടെ സ്ഥാപിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, പേടിക്കേണ്ട, ഈ കമണ്ഡലുവിന് ഇപ്പുറം ആ നദി ഉയർന്നു വരികയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നർമ്മദാ ജലത്തിനെ കമണ്ഡലുവിൽ അടക്കം ചെയ്തെന്നതുപോലെ ആ നദി പൂർവസ്ഥിതിയിലായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഗോവിന്ദ ഭഗവത് പാദർ തൻ്റെ ശിഷ്യനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് എല്ലാ വിദ്യയും നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ലോകമംഗളത്തിനായി അങ്ങ് യാത്ര ചെയ്യണം. അങ്ങ് ആർജിച്ച വിദ്യകൾ മുമുക്ഷുക്കൾക്കായി, അതായത് മോക്ഷം ആഗ്രഹിച്ചു വരുന്നവർക്കായി അങ്ങത് യഥേഷ്ടം പറഞ്ഞു കൊടുക്കണം. ആദ്യം കാശിയിലേക്ക് പോകണമെന്നും അവിടെ തേടി വരുന്ന മുമുക്ഷുക്കൾക്ക് സത്യം ഉപദേശിക്കണമെന്നും പറഞ്ഞ് ഗോവിന്ദ ഭഗവത് പാദർ മഹാസമാധിയിൽ ആണ്ടു. ഇങ്ങനെ കാശിയിൽ വസിച്ചുകൊണ്ടിരിക്കെ ആചാര്യൻ്റെ പ്രഥമ ശിഷ്യനായിട്ടുള്ള സനന്ദനൻ അപ്പോഴാണ് ആചാര്യനെ വന്ന് കാണുന്നത്. അദ്ദേഹം യുവാവായിരുന്നു, തീവ്ര വൈരാഗിയായിരുന്നു. അതായത് അപ്പോൾ തന്നെ ഈ ലൗകിക ജീവിതത്തോട് വിരക്തി വന്ന ആൾ തന്നെയായിരുന്നു. ഒരുപാട് ദിവസം ആചാര്യരുടെ പ്രഭാഷണം കേട്ട് അങ്ങനെ ഇരുന്നു. പിന്നീട് ഒരു ദിവസം ആചാര്യരെ നേരിൽ കണ്ടുവന്ന് പറഞ്ഞു, എന്നെ അങ്ങ് ശിഷ്യനായി സ്വീകരിക്കണം, അങ്ങേക്ക് മാത്രമേ എന്നെ ഉദ്ധരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സനന്ദനനാണ് പിന്നീട് പത്മപാദർ എന്ന പേരിൽ അറിയപ്പെട്ടത്.
ആ പത്മപാദർ എന്ന പേര് വരാൻ കാരണമായത് ഈ ഒരു സംഭവമാണ്. ഒരിക്കൽ അളകനന്ദാ തീരത്ത് അങ്ങേക്കരയിൽ സനന്ദനൻ ആചാര്യരുടെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും നദിയുടെ ഒരു കരയിൽ നിന്ന് ഇങ്ങേക്കരയിൽ എത്താൻ വളഞ്ഞ് കുന്നുകൾ കയറി വരണമായിരുന്നു. എന്നാൽ ആചാര്യൻ എന്തുകൊണ്ടോ പെട്ടെന്ന് സനന്ദനനെ വിളിച്ചു, സനന്ദന പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞതും നദിയുടെ ആഴമൊന്നും നോക്കാതെ ഗുരുഭാവ സമാധിയോടെ ആ ഭാവസ്ഥിതനായിട്ട് സനന്ദനൻ നടന്നു. ആചാര്യരുടെ അടുത്തുള്ള ശിഷ്യന്മാരൊക്കെ വിളിച്ചു പറഞ്ഞു, അരുത്, നിലയില്ലാ കയമാണ്, താണുപോകും, മുങ്ങിപ്പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സനന്ദനൻ അതൊന്നും കേട്ടില്ല. ആചാര്യനെ മാത്രം നോക്കിക്കൊണ്ട്, ആചാര്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടന്നു തുടങ്ങി. അങ്ങനെ നടന്നു വന്ന ആ വഴിയിലൊക്കെ ജലം താമര പോലെയായി എന്നാണ്. അങ്ങനെ ആചാര്യരുടെ അടുത്തു വന്ന ആ സനന്ദനനോട് ആചാര്യൻ പറഞ്ഞു, ഗുരുവിനോടുള്ള ആ ഭയഭക്തി ബഹുമാനം എന്താണെന്ന് ലോകർക്ക് നീ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇന്നു മുതൽ നീ പത്മപാദർ എന്ന പേരിൽ അറിയപ്പെടും. പിന്നീട് ആചാര്യൻ്റെ രണ്ടാമത്തെ ശിഷ്യനായി വന്നത് ആചാര്യൻ്റെ കൂടെ തന്നെ കാലടിയിൽ ഉണ്ടായിരുന്ന വിഷ്ണു ശർമ്മ എന്ന ആ ബാലനായിരുന്നു. ആചാര്യനെ മുതല പിടിച്ചപ്പോൾ ഈ വിഷ്ണു ശർമാവാണ് ആ വെള്ളത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിച്ചത്. അങ്ങനെ ആചാര്യൻ ശങ്കരൻ അവിടെ നിന്ന് പോയതിനു ശേഷം വിഷ്ണു ശർമാവ് തനിച്ചായിരുന്നു. ഒരു പക്ഷേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നതുപോലെ ശങ്കരാചാര്യരുടെ ആ സാമീപ്യം കൊണ്ട് തന്നെ ഈ വിഷ്ണുവിൽ വൈരാഗ്യം വന്നിരുന്നു. അങ്ങനെ വീട്ടുകാർ വിവാഹം ആലോചിച്ചു തുടങ്ങിയപ്പോൾ തന്നെ തനിക്ക് സാധിക്കില്ല, ലൗകികമായ കെട്ടുപാടുകൾ തനിക്ക് സാധിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആചാര്യനെ കാണാൻ അദ്ദേഹം കാശിയിലെത്തി. തൻ്റെ പഴയ കൂട്ടുകാരനെ കണ്ട് ആചാര്യൻ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ വിഷ്ണുവിനെ പിറ്റേന്ന് സന്യാസ ദീക്ഷ നൽകി അനുഗ്രഹിച്ചു. ചിത്സുഖൻ എന്ന സന്യാസനാമവും കൊടുത്തു. പിന്നീട് ആചാര്യൻ ശിഷ്യന്മാരോടൊത്ത് മറ്റ് യതിസംഘങ്ങളോടൊത്ത് ബദരികാശ്രമത്തിൽ എത്തി. അവിടെ ബദരീനാഥൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അവിടെ സാളഗ്രാമ പൂജയായിരുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് സാളഗ്രാമ കല്ല് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ആചാര്യൻ ചോദിച്ചു, ഇവിടെ ഋഷിമാരാൽ പ്രതിഷ്ഠിതമായ വിഗ്രഹം എവിടെ? അത് കേട്ട് അവിടെയുള്ള സാധാരണ ഭക്തർക്ക് അതിശയമായിരുന്നു. കാരണം അവർക്ക് പോലും അതൊരു പുതിയ അറിവായിരുന്നു. എന്നാൽ വൃദ്ധരായ ഭക്തർ പറഞ്ഞു, ആചാര്യർ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ഒരു വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ചൈനക്കാരായ കൊള്ളക്കാർ ആക്രമിക്കുമെന്ന് ഭയന്ന് കുറച്ചുപേർ ആ നാരായണ വിഗ്രഹത്തെ ഗംഗാനദിയിൽ ഭദ്രമായി നിക്ഷേപിച്ചു. പിന്നീട് അത് തിരിച്ചെടുക്കാൻ വേണ്ടി പോയപ്പോൾ അതവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആചാര്യൻ കുറച്ചു സമയം ധ്യാനനിഷ്ഠനായി. സർവജ്ഞനായ ആചാര്യൻ നാരദ കുണ്ടത്തിനരികിലെത്തി. അവിടെ ആ നദീഗർഭത്തിൽ ഇറങ്ങാൻ ഭാവിച്ച ആചാര്യരെ എല്ലാവരും തടഞ്ഞു. കാരണം അളകനന്ദയുടെ സംഗമസ്ഥാനമാണ്, നിലയില്ല കയമാണ്, അവിടെ ഇറങ്ങരുത്, തിരിച്ചു വരാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആചാര്യൻ ഇതൊന്നും കേൾക്കാതെ സമാധിഭാവത്തിൽ ആ നദിയിൽ ഇറങ്ങി. മുങ്ങി നിവർന്നപ്പോൾ കയ്യിൽ ബദരീനാരായണൻ്റെ ആ വിഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ വലതുഭാഗം ഭഗ്നമായ രീതിയിലായിരുന്നു, ഇല്ലാതായ അവസ്ഥയിൽ. അതുകൊണ്ട് ഇത് ബദരീനാരായണൻ്റെ ആ വിഗ്രഹം തന്നെയാണോ എന്നൊരു സംശയം തോന്നിയിട്ട് ആചാര്യൻ അത് വീണ്ടും ആ വിഗ്രഹത്തെ വീണ്ടും നദിയിലേക്ക് ഇട്ടു. എന്നിട്ട് 2 തവണ ഇതുപോലെ മുങ്ങി നിവർന്നപ്പോൾ 2 തവണയും, അതായത് മൊത്തത്തിൽ 3 തവണയും ഒരേ വിഗ്രഹം തന്നെയാണ് കയ്യിൽ വന്നത്. അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു, ഇത് ഭഗവാന്റെ സങ്കല്പമാണ്, ഇനി ഈ രൂപത്തിൽ തന്നെ ഈ വിഗ്രഹം നമുക്ക് ആരാധിക്കാം. അങ്ങനെ ഭക്തി പാരവശ്യത്തോടെ ആചാര്യൻ ആ വിഗ്രഹത്തെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് നടന്നു.
വിവരമറിഞ്ഞ ഒരു വലിയ ജനാവലി തന്നെ അവിടെ തടിച്ചുകൂടി. എല്ലാവരും കൂടെ അവിടുത്തെ രാജാവും വന്നു ചേർന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ബദരീനാരായണൻ്റെ പുനഃപ്രതിഷ്ഠാകർമ്മം വളരെ ഭംഗിയായി നടന്നു. ബദരീനാഥ ക്ഷേത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണനെ പൂജാകർമാദികൾക്ക് ആചാര്യനായി നിയോഗിച്ചതും ശങ്കരാചാര്യരായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ അടുത്തുള്ള വ്യാസതീർത്ഥത്തിൽ ഉപനിഷത്ത് വ്യാഖ്യാനങ്ങൾക്കായി സമയം കണ്ടെത്തി. അവിടെ ഇരുന്നാണ് അദ്ദേഹം പ്രശസ്തമായ ഭഗവത്ഗീതയ്ക്കും, പ്രസ്ഥാനത്രയം എന്നാണ് ഭഗവത്ഗീത, അതുപോലെ ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം ഇവ അറിയപ്പെടുന്നത്. ഇവ മൂന്നിനും അദ്ദേഹം ഭാഷ്യം എഴുതി. ഭാഷ്യം എന്ന് വെച്ചാൽ ആചാര്യർ അദ്വൈത വേദാന്ത മതസ്ഥാപകനാണ്. ഇവിടെ ഈശ്വരൻ എന്ന ഒരു സത്യം മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമാണ് സത്യം. മായയിൽ പലതുണ്ട് എന്ന് തോന്നുന്നതാണ്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തത്തെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഭാഷ്യം രചിക്കുന്നത്. എന്നാൽ അന്ന് ആ കാലത്ത് പല മതങ്ങളും ഉണ്ടായിരുന്നു, പല സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ സിദ്ധാന്തങ്ങളെ ഒരു പൂർവപക്ഷം, ഒരു ചോദ്യം എന്ന നിലയിൽ ആദ്യം എഴുതും. എന്നിട്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അതിന് ഉത്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം എഴുതും. ഇങ്ങനെയാണ് ഭാഷ്യം രചിക്കുന്നത്. ഈ വ്യാസതീർത്ഥത്തിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം എല്ലാറ്റിനും ഭാഷ്യം എഴുതിയത്, വിഷ്ണു സഹസ്രനാമത്തിനും എല്ലാറ്റിനും. പിന്നീട് ആചാര്യരും ശിഷ്യന്മാരും ഉത്തരകാശിയിൽ എത്തിച്ചേർന്നു. ഈ സമയമാവുമ്പോഴേക്കും ആചാര്യർക്ക് 16 വയസ്സ് പ്രായമായിരുന്നു. ആചാര്യൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ഇന്നത്തെ ശിഷ്യൻ ചിത്സുഖന് ആചാര്യൻ അല്പ ആയുസ്സോടുകൂടിയ ആളാണ് എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രായത്തിൽ, 16 വയസ്സ് തികഞ്ഞ ആ ഒരു പ്രായത്തിൽ എന്തുകൊണ്ടോ ഒരു നിശ്ചലത ആചാര്യൻ കാത്തു സൂക്ഷിച്ചു. സാധാരണ പോലെയുള്ള സംഭാഷണങ്ങളില്ല, എല്ലാറ്റിൽ നിന്നും നിവൃത്തിക്കുകയാണ് എന്നൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. കൂടെയുള്ള ശിഷ്യന്മാർക്കൊന്നും മനസ്സിലായില്ല എന്താണ് ആചാര്യൻ്റെ ഈ ഒരു ഭാവമാറ്റത്തിന് കാരണം എന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വൃദ്ധ താപസൻ അവരുടെ അടുത്തേക്ക് വന്നു. ആ ദിവസമാണ് ആചാര്യൻ കുറേ നാളുകൾക്ക് ശേഷം കുളിക്കാനായിട്ട് പോകുന്നത്. അത് കണ്ടിട്ട് പത്മപാദർക്കൊക്കെ വളരെ സന്തോഷമായി. എന്തായാലും ഈ വന്ന വൃദ്ധ താപസൻ ആചാര്യരോട് കുറച്ചു നേരം ഏകാന്തത്തിൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് സംസാരം തുടങ്ങി. എന്നാൽ കുറച്ചു ദൂരെ ഇരുന്ന ശിഷ്യന്മാർക്കും അത് കേൾക്കാമായിരുന്നു. അങ്ങനെ അവർ പ്രധാനമായും ബ്രഹ്മസൂത്ര ഭാഷ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നേരത്തെ സംവാദത്തിനൊടുവിൽ തങ്ങളെ ശ്രദ്ധിച്ചിരുന്ന പത്മപാദരോട് ആചാര്യൻ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഞങ്ങളുടെ ഈ സംവാദം കേട്ടിട്ട്? അപ്പോൾ പത്മപാദർ പറഞ്ഞു, ശിവസ്വരൂപം തന്നെയായ ആചാര്യനോടും നാരായണൻ തന്നെയായ വ്യാസഭഗവാനോടും ഈ ദാസനായ ഞാൻ എന്തു പറയാനാണ്? എന്ന് വെച്ചാൽ വന്നത് സാക്ഷാൽ വേദവ്യാസ മഹർഷിയായിരുന്നു. വേദവ്യാസ മഹർഷിയാണ് ബ്രഹ്മസൂത്രം രചിച്ചത്, ഭഗവത്ഗീത രചിച്ചത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാഷ്യമാണ് പൂർത്തിയാക്കിയിരുന്നത്. അതിനെക്കുറിച്ചുള്ള സംവാദമായിരുന്നു അത്രയും നേരം നടന്നത്. അങ്ങനെ വ്യാസഭഗവാൻ പോകുന്നതിന് മുൻപേ ആചാര്യരോട് പറഞ്ഞു, അങ്ങ് ദേഹം ഉപേക്ഷിക്കാനുള്ള ഒരു സങ്കല്പം മനസ്സിൽ വെച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. അതിനായിട്ടില്ല. അങ്ങ് ഇനിയും ഒരു 16 വർഷം കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ താപസൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ആചാര്യർ പതിവ് പോലെ പഴയതുപോലെ ഊർജ്ജസ്വലനായിട്ട് പ്രഭാഷണങ്ങളും പാഠങ്ങളുമൊക്കെയായി അങ്ങനെ ജീവിതം മുന്നോട്ടു പോയി. ഈ യാത്രാവേളയിൽ അദ്ദേഹം മീമാംസ ശാസ്ത്രജ്ഞനായിട്ടുള്ള മണ്ഡനമിശ്രനെയും ഭാര്യ ഉഭയഭാരതിയെയും സന്ദർശിച്ചു. മീമാംസ എന്നത് വേദത്തിലെ കർമ്മകാണ്ഡമാണ്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു
ഈ മണ്ഡനമിശ്രൻ. അദ്ദേഹവുമായിട്ട് ഒരു സംവാദത്തിന് ആചാര്യൻ ആഗ്രഹിച്ചു. അങ്ങനെ വരുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചു. ആചാര്യൻ്റെ അദ്വൈത വേദാന്തം എന്നത് ജ്ഞാനകാന്ഡമാണ്. അപ്പോൾ ഈ കർമ്മകാന്ഡത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്വൈത വേദാന്ത സിദ്ധാന്തവും കൂടെ മണ്ഡനമിശ്രനെ കൊണ്ട് അംഗീകരിപ്പിക്കുക, അതാണ് ലക്ഷ്യം. അങ്ങനെ അദ്വൈത മത വേദാന്ത സ്ഥാപനമാണ് ആചാര്യൻ്റെ ലക്ഷ്യം. കുറേ നാളുകൾ, കുറേ ദിവസങ്ങളായുള്ള ആ വാദത്തിനൊടുവിൽ മണ്ഡനമിശ്രൻ ആചാര്യൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അതാണ് മൂന്നാമത്തെ ശിഷ്യനായ സുരേശ്വരാചാര്യർ. ആ കാലത്ത് ഭാരതത്തിൽ ഒരുപാട് മതങ്ങളുണ്ടായിരുന്നു, പല വിധത്തിലുള്ള ആചാരങ്ങളുണ്ടായിരുന്നു. അതിൽ ക്രൂരമായ നരബലി അടക്കം ചെയ്യുന്ന ഭൈരവ സമ്പ്രദായം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെയൊക്കെ വാദത്തിൽ തോൽപ്പിച്ചാണ് ആചാര്യർ തൻ്റെ ദിഗ്വിജയ യാത്ര നടത്തിയത്. ഇങ്ങനെ പലയിടത്തും ആചാര്യരുടെ ആ വാദത്തെ അംഗീകരിച്ചവരും ഉണ്ടായിരുന്നു, അതിനെ നിരാകരിച്ചവരും ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഒരു തരത്തിലും ആചാര്യരുടെ വാദത്തെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഭൈരവൻ, ക്രകജഭൈരവൻ എന്ന കാപാലിക സംഘത്തിലെ വൃദ്ധ താപസൻ ആചാര്യരെ വധിക്കണം എന്ന് തന്നെ തീരുമാനിച്ചു. എന്നിട്ട് വളരെ സൂത്രത്തിൽ ആചാര്യൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ ശിഷ്യനാക്കണം എന്ന് വളരെ നയപൂർവ്വം സൂത്രശാലിയായിട്ട് അവിടെ ആചാര്യൻ്റെ അടുത്തങ്ങനെ പറ്റിക്കൂടി. ആചാര്യൻ ഒന്നും ഭാവിക്കാതെ അദ്ദേഹത്തിന് ശിഷ്യത്വം കൊടുത്തു. അങ്ങനെ ആരുടെയും ശ്രദ്ധ പതിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ദിവസം തൻ്റെ ആവശ്യം നേരിട്ട് തന്നെ ആചാര്യനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭൈരവ സമ്പ്രദായത്തിൽ നരബലിയൊക്കെ ചെയ്ത് സാധന ചെയ്യുന്ന ആളാണ്. എനിക്ക് ഈ ശരീരത്തോടുകൂടെ കൈലാസത്തിലെത്താനും സാക്ഷാൽ ഭൈരവനെ ദർശിക്കാനും സർവജ്ഞനായ ഒരാളുടെ ശിരസ് ബലി കൊടുക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ അങ്ങാണ്. അങ്ങ് അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞു. ആചാര്യൻ സമ്മതിച്ചു. ശരി, ഞാൻ വരാം, പക്ഷേ കൂടെയുള്ള ആരെയും അറിയിക്കരുത്, അവർ അറിഞ്ഞാൽ സമ്മതിക്കില്ല. അങ്ങനെ വരാനിരിക്കുന്ന അമാവാസ്യ നാളിൽ അർദ്ധരാത്രി ബലിക്കായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ആചാര്യനോട് പറഞ്ഞു. ആചാര്യൻ പറഞ്ഞു, ശരി, ഞാൻ വരാം. ആ ദിവസം വന്നെത്തി. ആചാര്യൻ ഒരു ഭാവമാറ്റവുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പത്മപാദരും ശിഷ്യന്മാരും എല്ലാവരും ഉണ്ട് കൂടെ. അങ്ങനെ അന്ന് അർദ്ധരാത്രി ആചാര്യൻ ധ്യാനനിഷ്ഠനായിട്ടിരിക്കുന്നത് കണ്ടാണ് പത്മപാദരും ശിഷ്യന്മാരും എല്ലാം ഉറങ്ങാൻ പോയത്. അവർ ധ്യാനിക്കാനും ഒക്കെ ആയിട്ട് പോയത്. അർദ്ധരാത്രിയോടടുത്തപ്പോൾ ആചാര്യർ ആരോടും പറയാതെ തൻ്റെ കമണ്ഡലവും ദണ്ഡുമെടുത്ത് കാട്ടിലേക്ക് നടന്നു. അങ്ങനെ ഈ കാപാലികർ താമസിക്കുന്ന സ്ഥലത്തെത്തി താൻ ബലിക്ക് തയ്യാറാണ് എന്നറിയിച്ചു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു. ആചാര്യർ സമാധിസ്ഥിതിയിലായി. എന്നാൽ ഇതേ സമയം പത്മപാദർ ഞെട്ടിയെഴുന്നേറ്റു. എന്തോ ഒരു ശകുനം, ഒരു ദുശകുനം പോലെ എന്തോ ഒന്ന് ഉൾവിളി വന്നിട്ട് പത്മപാദർ എഴുന്നേറ്റു. നോക്കിയപ്പോൾ ആചാര്യനെ നേരത്തെ കണ്ട സ്ഥലത്ത് കാണുന്നില്ല. ഉടനെ തന്നെ പത്മപാദർ മുൻപ് പൂർവാശ്രമത്തിൽ നരസിംഹമൂർത്തിയുടെ ഉപാസകനായിരുന്നു. അങ്ങനെ നൃസിംഹമന്ത്രം ഉരുവിട്ടുകൊണ്ട് നിന്ന പത്മപാദരുടെ ഉള്ളിൽ നരസിംഹമൂർത്തി ആവിർഭവിച്ചു. അങ്ങനെ ഉടനെ തന്നെ ആ നരസിംഹമൂർത്തിയായി തന്നെ കാട്ടിലേക്ക് ഓടി. അത് കൃത്യമായിട്ട് അവിടെ എത്തുകയാണ് പത്മപാദർ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആചാര്യൻ്റെ തല വെട്ടാനൊരുങ്ങുന്ന ആ ഭൈരവൻ, ക്രകജഭൈരവൻ, ഉടനെ തന്നെ തൻ്റെ ക്രൂരമായ നോട്ടം കൊണ്ട് ഹും എന്നൊരു ശബ്ദം പുറപ്പെടുവിപ്പിച്ചതും ആ ക്രകജഭൈരവൻ താൻ വെട്ടാൻ ഒരുങ്ങിയ വാളുകൊണ്ട് സ്വയം വെട്ടിമരിച്ചു. അതായിരുന്നു ആ നരസിംഹമൂർത്തിയുടെ പ്രഭാവം. അത് പത്മപാദരിൽ ആവാഹിക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ മറ്റുള്ള കാപാലികരൊക്കെ ഓടിപ്പോയി. ഈ യതിസംഘവും കൂടെ ഉണ്ടായിരുന്നു, മറ്റ് ശിഷ്യന്മാരും കൂടെ ഓടി വന്നിരുന്നു. അങ്ങനെ പത്മപാദർക്ക് എന്താ സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല.
കൂടെയുള്ള സന്യാസിവര്യൻ തൊട്ടപ്പോഴാണ് അദ്ദേഹം സാധാരണ നിലയിലേക്ക് വന്നത്. അത്ര പോലും പത്മപാദർക്ക് പോലും മനസ്സിലായില്ല തനിക്ക് എന്താ സംഭവിച്ചത് എന്ന്. എന്നാൽ ആചാര്യൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ആ ബലിപീഠത്തിൽ നിന്നും എഴുന്നേറ്റിരുന്ന് ഇവരുടെ കൂടെ തിരിച്ച് കുടീരത്തിലേക്ക് നടന്നു. പിന്നീട് ആചാര്യൻ കർണാടക ദേശത്തിൽ മൂകാംബിക ദർശനം ഒക്കെ നടത്തി. അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ശ്രീബലി എന്ന ഗ്രാമത്തിലെത്തി. ആചാര്യൻ എത്തുന്നിടത്തൊക്കെ ആളുകൾ ആചാര്യനെ സന്ദർശിക്കാൻ വന്നിരുന്നു. അത്രയധികം പ്രശസ്തനായിരുന്നു അപ്പോഴേക്കും ശങ്കര ഭഗവത് പാദർ. ആ ഗ്രാമത്തിൽ പ്രഭാകരൻ എന്ന ഒരു ശാസ്ത്ര പണ്ഡിതൻ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നത് ആരോടും ഒന്നും ഉരിയാടുകയില്ല, ഇരുത്തിയാൽ ഇരുത്തിയെടുത്ത്, കിടത്തിയാൽ കിടത്തിയെടുത്ത്, എന്തെങ്കിലും വായിൽ വെച്ച് കൊടുത്താൽ കഴിക്കും. ഇങ്ങനെ ഒരു മൂകനായിട്ട് ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് വൈദ്യന്മാരെ കാണിച്ചു, പക്ഷേ ആർക്കും എന്താണ് അസുഖം എന്ന് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് ശങ്കരാചാര്യർ ആ ഗ്രാമത്തിലെത്തുന്നു എന്ന് പ്രഭാകരൻ അറിഞ്ഞത്. തൻ്റെ മകനെയും കൂട്ടി പ്രഭാകരൻ ആചാര്യരുടെ അടുത്ത് ചെന്നു. ആചാര്യർക്ക് ഈ കുട്ടിയെ കണ്ടതും ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ടായി. കാരണം ആ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ ഒരു നിർനിമേഷത ഉണ്ടായിരുന്നു, ആനന്ദം അലയടിച്ചിരുന്നു. അങ്ങനെ ആ കുഞ്ഞിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആചാര്യൻ ചോദിച്ചു, കുഞ്ഞെ നീ ആരാണ്, നീ എവിടേക്ക് പോകുന്നു എന്ന ആചാര്യൻ്റെ ചോദ്യത്തിന് ആ കുഞ്ഞ് ഉത്തരം പറഞ്ഞത് 13 ശ്ലോകങ്ങളാണ്. ഇതിലെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയായിരുന്നു: നാഹം മനുഷ്യോ നച ദേവ, നാഹം മനുഷ്യോ നച ദേവ യക്ഷോ, ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, ന ബ്രഹ്മചാരി ന ഗൃഹീ വനസ്ഥോ, ഭിക്ഷുർ ന ചാഹം നിജബോധരൂപഃ. 13ാമത്തെ വയസ്സിൽ ആ കുഞ്ഞാദ്യം സംസാരിച്ചത് ശ്ലോകരൂപത്തിലായിരുന്നു. ന അഹം മനുഷ്യ, ഞാൻ മനുഷ്യനല്ല, ന ദേവ, ഞാൻ ദേവനല്ല, ന യക്ഷ, ഞാൻ യക്ഷനല്ല, ന ബ്രാഹ്മണ ശൂദ്ര വൈശ്യ ക്ഷത്രിയ, ബ്രാഹ്മണനോ ഈ 4 വർണ്ണത്തിലും പെട്ട ആളല്ല ഞാൻ, ന ബ്രഹ്മചാരി, ഞാൻ ബ്രഹ്മചാരിയല്ല, ഗൃഹസ്ഥനല്ല, വാനപ്രസ്ഥനല്ല, ഭിക്ഷുവല്ല. പിന്നെ ആരാണ്? നിജബോധസ്വരൂപം, ആ ബോധത്തെ മനസ്സിലാക്കിയ ആത്മസ്വരൂപമാണ് ഞാൻ. ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ ഉത്തരം കേട്ട് ആചാര്യർക്ക് വലിയ സന്തോഷമായി. ആചാര്യർ അവിടെ കൂടിയ എല്ലാവരോടും പറഞ്ഞു, ഈ കുഞ്ഞ് ബ്രഹ്മവിദ്യ നേടിയവനാണ്. അതുകൊണ്ട് തന്നെ ലൗകികരായ നിങ്ങളുടെ ഇടയിൽ ഈ കുഞ്ഞിന് അധികകാലം ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. അങ്ങനെ ജീവിക്കാനിടയായാൽ ഈ കുഞ്ഞ് തൻ്റെ ശരീരം ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ സ്വീകരിക്കുകയാണ്. ഇവൻ്റെ കയ്യിൽ ഹസ്തത്തിൽ ആമലകം പോലെ, അതായത് നെല്ലിക്ക പോലെ ബ്രഹ്മവിദ്യ തിളങ്ങുന്നു. അതുകൊണ്ട് ഇവൻ ഇന്ന് മുതൽ ഹസ്താമലകൻ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ആചാര്യൻ്റെ മറ്റൊരു ശിഷ്യനും കൂടെയായിത്തീർന്നു. അതുപോലെ തന്നെ ആചാര്യനെ സേവിക്കാൻ വേണ്ടി മാത്രം ആചാര്യരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു യുവാവായിരുന്നു ഗിരി. ഗിരിക്ക് മോക്ഷം വേണമെന്ന ആഗ്രഹം പോലുമില്ല. സാധാരണ എല്ലാവരും ഇങ്ങനെയുള്ള ആചാര്യന്മാരെ സമീപിക്കുന്നത് മോക്ഷാർത്ഥിയായിട്ടാണ്. എന്നാൽ ഗിരിയെ സംബന്ധിച്ച് മോക്ഷവും വേണ്ട, ഭോഗവും വേണ്ട, ഒന്നും വേണ്ട. ആചാര്യനെ സേവിക്കുക, അതുമാത്രമായിരുന്നു ഗിരിയുടെ ലക്ഷ്യം. ആചാര്യൻ പാഠം പഠിപ്പിക്കുമ്പോഴൊക്കെ അവിടെ വന്നിരിക്കും ഗിരി, പക്ഷേ ഒന്നും മനസ്സിലാവുകയില്ല. അതിൽ ഗിരിക്ക് യാതൊരു വിഷമവും ഇല്ല. ആരെങ്കിലും ചോദിക്കും, എന്താ ഗിരി, സംശയമൊന്നുമില്ലേ? അപ്പോൾ ഗിരി ചിരിച്ചുകൊണ്ട് പറയും, ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാലും ഗിരി ഇരിക്കും. അതുമാത്രമല്ല, ആചാര്യനും ഗിരിയോട് അത്രയും ഇഷ്ടമായിരുന്നു. ഗിരി വരാതെ ആചാര്യൻ ഒരു പാഠവും തുടങ്ങുകയില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തുംഗഭദ്രാ നദിയുടെ തീരത്ത് അവർ ഇരുന്ന് പാഠം ചെയ്യുകയായിരുന്നു. ഗിരി സമീപത്തുള്ള ആ നദിക്കരയിൽ
വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാഠം തുടങ്ങാനുള്ള ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് എല്ലാവരും ഇരുന്നു. പക്ഷേ ആചാര്യൻ പാഠം തുടങ്ങിയില്ല. ഒരു ശിഷ്യൻ ചോദിച്ചു, എന്തു പറ്റി, അങ്ങ് എന്താണ് പാഠം തുടങ്ങാത്തത്? അപ്പോൾ പറഞ്ഞു, ഗിരി വന്നില്ലല്ലോ. അന്നേരം ആ ശിഷ്യൻ ചോദിച്ചു, കുറച്ചൊരു തമാശ മട്ടിൽ, അതിന് ഗിരി വന്നെങ്കിൽ എന്താ, വന്നില്ലെങ്കിൽ എന്താ, ഗിരിക്കൊന്നും മനസ്സിലാവുകയില്ലല്ലോ. അപ്പോൾ ആചാര്യൻ തീക്ഷ്ണമായി ആ ശിഷ്യനെ ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കെല്ലാം അറിയാമെന്നാണോ ഭാവം? അപ്പോഴേക്കും ആചാര്യൻ്റെ ഹൃദയം ആർദ്രമായി. തൻ്റെ പ്രിയപ്പെട്ട ആ ശിഷ്യനെക്കുറിച്ച് ആലോചിച്ച് ആചാര്യൻ്റെ ഹൃദയം നിറഞ്ഞു, കണ്ണും നിറഞ്ഞു. ദൂരെ വസ്ത്രമലക്കിക്കൊണ്ടിരിക്കുന്ന ഗിരിയെ തന്നെ സൂക്ഷിച്ചു നോക്കി ആചാര്യൻ സമാധിസ്ഥനായി. തൻ്റെ ഉള്ളിലെ എല്ലാ അറിവും ആ ശിഷ്യനിലേക്ക് ആചാര്യൻ സംക്രമിപ്പിച്ചു. അവിടെ തുണി അലക്കിക്കൊണ്ടിരുന്ന ഗിരി കുറച്ചു നേരം നിശ്ചലനായി. എന്നാൽ പിന്നീട് വീണ്ടും പൂർവാവസ്ഥയിലായ ഗിരി തിരിച്ചു വന്നിട്ട് അപ്പോൾ ആചാര്യൻ ചോദിച്ചു, എന്താണ് ഗിരി, ഒരു ബ്രഹ്മജ്ഞനായതുപോലെ ഉണ്ടല്ലോ എന്ന് കുറച്ചൊരു തമാശ മട്ടി ചോദിച്ചു. അപ്പോഴാണ് ഗിരിക്കും മനസ്സിലായത്, തൻ്റെ ഉള്ളിൽ എന്തോ ഒരു നിറവ് അനുഭവപ്പെടുന്നു. ആ നിറവിൽ ഗിരി ഇങ്ങനെ ചൊല്ലി, അതും വളരെ ബുദ്ധിമുട്ടുള്ള തോടകവൃത്തത്തിൽ. വിദിതാഖില ശാസ്ത്ര സുധാ ജലധേ മഹിതോപനിഷത് കഥിതാർത്ഥനിധേ ഹൃദയേ കലയേ വിമലം ചരണം ഭവശങ്കരദേശികമേ ശരണം. ഇങ്ങനെ ആർക്കും എഴുതാൻ സാധിക്കില്ല, അത്രയും വളരെ പെട്ടെന്ന്. അതുവരെ ഒരു മണ്ടൻ, മഠയൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഗിരിയാണ് ഇത്രയും മനോഹരമായി തോടകവൃത്തത്തിൽ ഈയൊരു സ്തോത്രം എഴുതിയത്, തൻ്റെ ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട്. അങ്ങനെ എല്ലാവരുടെ മുമ്പിലും വെച്ച് ആചാര്യൻ പറഞ്ഞു, നോക്കൂ, ഗുരു അനുഗ്രഹിച്ചാൽ ഈ ലോകത്ത് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഇനി ഇവൻ തോടകാചാര്യർ എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ മറ്റൊരു ശിഷ്യനും കൂടെയായി ആ യാത്ര അങ്ങനെ തുടർന്നു. ഇങ്ങനെ ഭാരതം മുഴുവൻ യാത്ര ചെയ്ത് പലയിടത്തും താമസിച്ച് പാഠങ്ങൾ ചെയ്ത് അങ്ങനെ യാത്ര തുടരവേ ഒരിക്കൽ അദ്ദേഹം ശൃംഗഗിരിയിൽ മറ്റോ ആയിരുന്നപ്പോഴാണ് പാഠം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ തന്നെ ആചാര്യൻ കുറച്ചു നേരം നിശ്ചലനായി നിന്നു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കുടനെ അമ്മയെ കാണാൻ പോകണം, അമ്മ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, അമ്മയുടെ അവസാന നാളുകൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തൻ്റെ പൂർവകാല സുഹൃത്തും ശിഷ്യനുമായ ചിത്സുഖനോടൊന്നിച്ച് ആചാര്യൻ കാലടിയിലേക്ക് തിരിച്ചു. ആ യാത്ര വളരെ മനോഹരമായ യാത്രയായിരുന്നു. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നടന്നു പോകാൻ 10-25 ദിവസം എടുക്കും. പക്ഷേ ആചാര്യൻ വെറും മണിക്കൂറുകൾ കൊണ്ടാണ് കാലടിയിലെത്തിയത്. അതൊരു മായാപ്രഭാവമായിരുന്നു. ചിത്സുഖന് പോലും അത് മനസ്സിലായില്ല. അങ്ങനെ അമ്മയും ശങ്കരനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ശങ്കരൻ വരും, എന്നെ കാണാൻ വരും. എന്നാൽ അവിടെയുള്ള മറ്റുള്ളവരൊക്കെ പറഞ്ഞു, വരുവോ? കാരണം പറഞ്ഞു കേൾക്കുന്നത് ലോകഗുരുവാണ് എന്നൊക്കെയാണ്. വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ്. പക്ഷെ അപ്പോഴും ആര്യാമ്പ വിശ്വസിച്ചു, വരും, എൻ്റെ മകൻ വരും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ 2 കുട്ടികൾ ഓടി വന്ന് പറഞ്ഞു, 2 സന്യാസിമാർ വന്നിരിക്കുന്നു. അത് ശങ്കരാചാര്യരും ചിത്സുഖനുമായിരുന്നു. തൻ്റെ അമ്മയുടെ അടുത്ത് എത്തി ശങ്കരാചാര്യർ അമ്മയെ ദർശിച്ചു. ആര്യാമ്പ മകനെ വിളിച്ചത് സ്വാമിൻ എന്നാണ് ആദ്യം. പിന്നീട് എന്തൊക്കെയായാലും മകൻ്റെ പേര് തന്നെ വിളിച്ചു പോകും. അങ്ങനെ ശങ്കര എന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങനെ വിളിക്കാലോ അല്ലേ? അപ്പോൾ ശങ്കരൻ പറഞ്ഞു, അമ്മേ, എന്തൊക്കെയായാലും ഞാൻ അമ്മയുടെ മകനാണ്. ശങ്കരാചാര്യരുടെ അമ്മ പറഞ്ഞു,
ദേവഹൂതിക്ക് മകനായ കപില മഹർഷി ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തതുപോലെ എന്നെയും ഉപദേശിക്കാമോ? അങ്ങനെ തൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് ശിവഭുജംഗ പ്രയാദം ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് ഭഗവാൻ കൃഷ്ണനെ കാണാൻ തോന്നുന്നു. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു, ഇത് അമ്മയുടെ ആഗ്രഹമല്ല, അമ്മയുടെ ഇഷ്ടദേവതകൾ അമ്മയ്ക്ക് ദർശനം തരാൻ കാത്തു നിൽക്കുന്നു എന്നാണ് അതിനർത്ഥം. അങ്ങനെ കൃഷ്ണാഷ്ടകം ജപിച്ചുകൊണ്ട് ശങ്കരാചാര്യർ ഇരുന്നു. പതുക്കെ ആ അമ്മയുടെ ഹൃദയത്തിൽ ഭഗവാൻ കൃഷ്ണൻ പ്രകാശിച്ചു. സമാധി സ്ഥിതിയിലായി ആ അമ്മ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ അമ്മയെ ആത്മാനുഭവത്തിൻ്റെ ആനന്ദ ലഹരിയിൽ ആറാടിക്കാൻ ശങ്കരാചാര്യർക്ക് കഴിഞ്ഞു. അങ്ങനെ പതുക്കെ ആ ഹൃദയം നിലച്ചു. ഒരു ഗൃഹസ്ഥാശ്രമിയെ പോലെ തൻ്റെ അമ്മയുടെ മരണാനന്തര ക്രിയകൾ ചെയ്യാൻ ശങ്കരാചാര്യർ തുനിഞ്ഞപ്പോൾ അവിടെ പലരും അതിന് തടസ്സം നിന്നു. ഒരു സന്യാസി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞു, അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. അതിന് ഏതവസ്ഥയിലായാലും അമ്മയുടെ അനന്തരക്രിയകൾ ഞാൻ തന്നെ ചെയ്യും. അങ്ങനെ അമ്മയുടെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്ത് ശങ്കരാചാര്യർ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു. കാലടിയിൽ നിന്ന് പിന്നീട് വടക്കുംനാഥ ക്ഷേത്രത്തിൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ, അനന്തപുരിയിൽ, പിന്നീട് കർണാടകം തുടങ്ങി അങ്ങനെ ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. അങ്ങനെ ഏറ്റവും അവസാനം കാശ്മീര ദേശത്തിലെ ശാരദാക്ഷേത്രത്തിൽ സർവജ്ഞപീഠം കയറി. എല്ലാവരുടെയും ഹൃദയത്തിൽ അദ്വൈത വേദാന്തത്തിൻ്റെ അലകൾ അങ്ങനെ ഒഴുകിക്കൊണ്ടാണ് ആചാര്യരുടെ ദിഗ്വിജയ യാത്ര സമാപിച്ചത്. അപ്പോഴേക്കും ആചാര്യർക്ക് ഏകദേശം 32 വയസ്സ് പ്രായമായിരുന്നു. ഈ ലോകം വിട്ടു പോകാനുള്ള ഒരുക്കങ്ങൾ ആചാര്യർ തുടങ്ങി. തൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 4 പേർ, പത്മപാദർ, സുരേശ്വരാചാര്യർ, തൊടകാചാര്യർ, ഹസ്താമലകൻ, ഇവർ ഭാരതത്തിൻ്റെ 4 ദേശങ്ങളിലായിട്ട് ഇരുന്നു കൊണ്ട് മഠങ്ങൾ സ്ഥാപിച്ച് അവരുടെ ആ മഠങ്ങളുടെ അധിപതികളായി തുടരുക. ഈ ലോകമെങ്ങും അദ്വൈത വേദാന്തത്തിൻ്റെ അലയൊലികൾ മുഴങ്ങട്ടെ. ഇത് കേട്ട് ചിത്സുഖൻ ചോദിച്ചു, ഭഗവാനെ, അങ്ങെവിടെയാണ് വസിക്കുക? ഭഗവാൻ പറഞ്ഞു, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കും. അങ്ങനെ വസിക്കുന്ന ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ആ ശിവനാണ് ഞാൻ. ചൈതന്യ സ്വരൂപമായ ആ പരബ്രഹ്മമാണ് ഞാൻ. എല്ലാവരുടെയും ഉള്ളിൽ ചിദാനന്ദമായിട്ട് ഞാൻ വസിക്കുന്നു. ഇത്രയും പറഞ്ഞ് ആചാര്യസ്വാമി സമാധിസ്ഥിതിയിലേക്ക് പോയി. ശങ്കരാചാര്യരുടെ ഈ ജീവചരിത്രം ഈ അടുത്ത കാലത്ത് എഴുതിയത് നൊച്ചൂർ ശ്രീ വെങ്കട്ടരാമൻ അവറുകളാണ്. ആത്മതീർത്ഥം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ശങ്കരാചാര്യരുടെ ഈ പൂർണ്ണ ജീവചരിത്രം, ഈ ജീവചരിത്രത്തിലെ ഏതാനും പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഓൺലൈൻ വഴി, ആമസോൺ പോലെയുള്ള ഓൺലൈൻ ബുക്ക് സ്റ്റോർ വഴി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഉണ്ട്. എല്ലാവരും, കഴിയുമെങ്കിൽ എല്ലാവരും ഇതൊന്ന് വായിക്കണം. കാരണം ഇതിൽ ആത്മാന്വേഷണത്തിന് സഹായകമായേക്കാവുന്ന ഒരുപാട് സംവാദങ്ങൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ആചാര്യർ എഴുതിയ, അതുപോലെ ശിഷ്യന്മാരെഴുതിയ ഒരുപാട് സ്തോത്രങ്ങൾ ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും നല്ലൊരു മൂല്യമുള്ള ഒരു ശേഖരം തന്നെയായിരിക്കും. നമുക്ക് അതൊരു നിധിയായി നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെയൊരു ജീവചരിത്രം പറയാൻ എനിക്ക് സാധിച്ചത് ഈ ഒരു പുസ്തകത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഒപ്പം ആ ഭഗവാന്റെ അനുഗ്രഹം. ഇങ്ങനെയുള്ള ജീവചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ആവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.